കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ബംഗാളികളാണെന്നാ തോന്നുന്നേ. ഹലോ ബായ്, മൈ എങ്ങനെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ എങ്ങനെയാ പറയുന്നേ? ഹലോ ബായ്, മൈ ഗിഫ്റ്റ് കറോ ബായ്, മൈ ഗിഫ്റ്റ് കറോ. എടാ ഏതോ നൂബനൊക്കെ ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നടാ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ. എടാ നൂബേ, നിനക്ക് എന്തുവാടാ ഗിഫ്റ്റ് ചെയ്യണ്ടേ? അയ്യോ ചേട്ടാ, നിങ്ങള് മലയാളികളാണോ? ഞാൻ മലയാളികൾ വരാതിരിക്കാൻ വേണ്ടിട്ടാ സോളോ സ്റ്റാർട്ട് ചെയ്തേ. ആഹാ, എടാ നൂബേ, നിനക്ക് മലയാളിയോട് എന്താ ഇത്ര പുച്ഛം? എടാ ഇവൻ വല്ല കേരളത്തിൽ താമസിക്കുന്ന ബംഗാളിയുടെ മോൻ വല്ലതും ആയിരിക്കും. അയ്യോ ചേട്ടാ, പുച്ഛമായിട്ടൊന്നുമില്ല ചേട്ടാ. ഞാൻ പിന്നെ ബംഗാളിയുടെ മോനൊന്നും അല്ല, ഞാൻ മലയാളി തന്നെയാ. ഞാൻ എന്താണെന്നറിയോ മലയാളികളുടെ കൂടെ കളിക്കാത്തേ? അവരെല്ലാരും എന്നെ കളിയാക്കും ചേട്ടാ. ഗിഫ്റ്റ് അയച്ചുതരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് കളിയാക്കും. അവര് പിന്നെ ഒരു ഗിഫ്റ്റും അയച്ചു തരത്തില്ല. ചേട്ടൻ എന്റെ ഷൂ നോക്കിയേ, എന്റെ പാന്റ് നോക്കിയേ, ഇതെല്ലാം എനിക്കൊരു ബംഗാളി ചേട്ടൻ ഗിഫ്റ്റ് അയച്ചു തന്നതാ. മലയാളി ആരും ഇങ്ങനൊന്നും ഗിഫ്റ്റ് അയച്ചു തരത്തില്ല ചേട്ടാ. ചേട്ടാ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തരുമോ? ഒരു റിച്ച് ബോഡി വേണം. സ്റ്റോറിലുണ്ട് ചേട്ടാ, 599 ഡയമണ്ടേ ഉള്ളു. ഒന്ന് പോയേടാ നൂബേ, രാവിലെ തന്നെ അവൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ അയച്ചു തരാനൊന്നും പോകുന്നില്ലാന്ന്. ഇതാ ഞാൻ സോളോ കളിക്കുന്നതിന്റെ ഉദ്ദേശം. വല്ല ബംഗാളി ചേട്ടന്മാര് വല്ലതും ആയിരുന്നെങ്കിൽ അപ്പൊ തന്നെ അവന്മാര് പോയിട്ട് ഗിഫ്റ്റ് ഒക്കെ അയച്ചു തന്നേനെ. ഇപ്പൊ തന്നെ ഒന്ന് പോയേടാ നൂബേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ കുറെ നേരമായിട്ട് എന്നെ നോക്കി ഇമോട്ടൊക്കെ അടിക്കുന്നുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ പട്ടിഷോ കാണിക്കുന്നേ? എന്റെ കയ്യിലും കുറെ ഇമോട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാനിങ്ങനെ പട്ടിഷോ ഒന്നും കാണിക്കാറില്ല കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് ഇമോട്ട് അടിച്ചോ, ഞാൻ പോണ്. എടാ ഞങ്ങൾ ഇനി ഇമോട്ട് അടിക്കും. നിനക്ക് എന്തേലും പറയാനുണ്ടോ? വേണ്ടാ, പിന്നെ ഇമോട്ട് അടിക്കാൻ വരുന്നു. ഇതെന്തോ പരിപാടിയാ ചേട്ടാ? എന്നാലും നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ പുറകെ വന്ന് ഇമോട്ട് അടിക്കുന്നേ? ഇത് വലിയ ശല്യാ കേട്ടോ. സ്വസ്ഥമായിട്ടൊന്ന് കളിക്കാനും സമ്മതിക്കത്തില്ല. എടാ നൂബൻ കലിപ്പായടാ. നൂബന്റെ ഒരു കലിപ്പേ. എടാ നൂബേ, ഞങ്ങൾ ഇനി അടിക്കോടാ ഇമോട്ട്. നിങ്ങൾ അവിടെ ഇരുന്ന് ഇമോട്ട് അടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പോണു, സോണൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് വേണമെങ്കിൽ വാ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് തീരാ. എടാ നൂബേ, നിന്റെ പ്രാക്ക് കാരണോ ഞങ്ങൾക്ക് ഇപ്പൊ ഡെത്തായേ. നീ എന്തായാലും പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്തോ. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ എനിക്ക് ലൈക്ക് ഒക്കെ അടിക്ക്. ലൈക്ക് അടിച്ചാലേ ഞാൻ റിവൈവ് ഒക്കെ ചെയ്യത്തുള്ളൂ. എന്തുവാടാ നൂബേ, ഡിമാൻഡ് ആണോ? ഡിമാൻഡ് ആണെന്ന് കൂട്ടിക്കോ. ചേട്ടാ ഇതെന്തോ സംഭവം? ഞാൻ ഇതിനകത്തൊന്ന് കൊറേ കോയിനൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ചേട്ടാ, പക്ഷേ നമ്മുടെ അക്കൗണ്ടിലോട്ട് അത് വരുന്നില്ല. അതെന്താ? എടാ നൂബേ, നീ വെറും നൂബല്ല, നീ കാട്ട് നൂബാടാ. നിങ്ങൾ ഇങ്ങനെ എന്നെ കളിയാക്കുവാണെങ്കിൽ ഞാൻ റിവൈവ് ഒന്നും ചെയ്യത്തില്ല കേട്ടല്ലോ. റിവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മര്യാദക്കിരിക്കേ. എടാ നൂബേ, നിനക്ക് റിച്ച് ബോഡി ഗിഫ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? ഞാൻ ചെയ്തു തരാടാ. നീ എന്തായാലും പെട്ടെന്നൊന്ന് റിവൈവ് ചെയ്. ഗിഫ്റ്റ് ചെയ്ത് തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ റിവൈവ് ചെയ്യാം. റിവൈവ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു? ഞാൻ മറന്നുപോയി. റിവൈവ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു ചേട്ടാ? എടാ നൂബേ, നിനക്ക് അറിയില്ലേടാ? നീ അങ്ങോട്ട് തന്നെയാണല്ലോ നോക്കുന്നേ. എടാ അവിടെ തന്നെ പോയി റിവൈവ് ചെയ്യടാ. എനിക്കറിയാം, പക്ഷേ എന്നെയും കൂടെ കൊലക്ക് കൊടുത്തിട്ട് നിങ്ങളെ റിവൈവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്റെ ലൈഫ് കൂടെ കുറയത്തില്ല ചേട്ടാ, ഞാനെന്തോ ചെയ്യും അപ്പം? എടാ ഇത് രണ്ടാമത്തെ സോണല്ലേ, അതുകൊണ്ട് വലിയ ലൈഫ് ഒന്നും കുറയില്ല. നീ എന്തായാലും പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്. റിവൈവ് ഒക്കെ ചെയ്യാം, പക്ഷേ എനിക്ക് റിച്ച് ബോഡി ഗിഫ്റ്റ് ചെയ്ത് തരണേ. ഗിഫ്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടാ ഞാൻ റിവൈവ് ചെയ്യുന്നേ, അത് മറക്കല്ലേ. അതിന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ടാ, ഗിഫ്റ്റ് ഒക്കെ ചെയ്തു തരാം. അത് ശരി, നിങ്ങൾ എന്നെ റിവൈവ് ചെയ്യാതങ്ങ് പോവാണോ? നിങ്ങളെ റിവൈവ് ചെയ്ത് ഞാൻ ആരായി? ഞാൻ നോക്കായി. നിങ്ങൾ കാരണം കേട്ടോ. എന്നെ റിവൈവ് ചെയ്യ് പെട്ടെന്ന്. എന്നെ റിവൈവ് ചെയ്തില്ലേലാ. അല്ലേലും നിങ്ങളെ റിവൈവ് ചെയ്ത് എന്നെ പറഞ്ഞാ മതി. എന്റെ ജീവനും കൂടെ പണയം വെച്ചിട്ടല്ലേ നിങ്ങളെ ഞാൻ റിവൈവ് ചെയ്ത് വിട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹലോ ചേട്ടന്മാരെ, നിങ്ങളോടൊരു അത്യാവശ്യ കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. എന്തുവാടാ നൂബേ നിന്റെ ഇത്ര വലിയ അത്യാവശ്യ കാര്യം? കഴിഞ്ഞ കളിയിൽ ഞാൻ നിങ്ങളെ റിവൈവ് ചെയ്ത് വിട്ടില്ലേ? അപ്പൊ നിങ്ങളിൽ ആരോ ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു റിച്ച് ബോഡി ഗിഫ്റ്റ് ചെയ്ത് തരാമെന്നൊക്കെ. ആരാ പറഞ്ഞേ? ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ചേട്ടാ എന്താ വന്ന പരിപാടിയാ ചേട്ടാ കാണിക്കുന്നേ?
നിങ്ങളല്ലേ പറഞ്ഞേ എനിക്ക് ഗിഫ്റ്റ് അയച്ചു തരാമെന്ന്. ഇപ്പൊ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നേ? കൊള്ളാം ചേട്ടാ. എല്ലാരും ഇങ്ങനെയായിരുന്നല്ലേ? മലയാളികളെല്ലാം ഇങ്ങനെ തന്നെയാ. വല്ല ബംഗാളികളുടെ അടുത്തും പോയായിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ ഗിഫ്റ്റ് കിട്ടിയേനെ. ആ എന്നാ പിന്നെ നീ ബംഗാളിയോട് ചോദിച്ചോ, അതായിരിക്കും നിനക്ക് നല്ലത്. അതെ അതെ, ബംഗാളി വരുമെന്ന് പറഞ്ഞിട്ടാ ഞാൻ സോളോ സ്റ്റാർട്ട് ചെയ്തേ. അപ്പോഴല്ലേ നിങ്ങൾ വന്നേ. ആ നിങ്ങളെങ്ങനെ പറ്റിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ നിങ്ങളെ അങ്ങ് വിശ്വസിച്ചു പോയി. പക്ഷെ ഇങ്ങനെ പറ്റിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എടാ നൂബേ, നിനക്ക് നാണം ഉണ്ടോടാ എല്ലാരോടും ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിട്ട് ഗിഫ്റ്റ് ചെയ്ത് തരുമോന്നൊക്കെ? ശരിയാടാ, ഇവനങ്ങ് ടോപ്പപ്പ് ചെയ്യല്ലോ. എടാ നൂബേ, നിനക്കെന്താടാ ടോപ്പപ്പ് ചെയ്താല്? അയ്യോ, ടോപ്പപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്ത് തരുമെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കങ്ങ് ടോപ്പപ്പ് ചെയ്താ പോരെ. നിങ്ങളിപ്പോ ഇങ്ങനെ ചോദിക്കുന്നതിന്റെ കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങൾക്ക് നല്ല പൈസയൊക്കെ ഉണ്ട്, നിങ്ങൾ റിച്ച് അല്ലേ. അതുപോലെയല്ല ഞാൻ. നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി വീട്ടുകാരല്ലേ പൈസയൊക്കെ തരുന്നേ. അതുപോലെയൊന്നും അല്ല ഞാൻ. എന്റെ വീട്ടിലാകെ എന്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ എനിക്ക് ടോപ്പപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ടോപ്പപ്പ് ചെയ്യാനൊന്നും പൈസയൊന്നും വാങ്ങിക്കാറില്ല. അതുകൊണ്ടാ എന്തുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരോടും ഗിഫ്റ്റ് ചെയ്ത് തരുമോന്നൊക്കെ ചോദിച്ചങ്ങ് പോകുന്നു. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. എടാ നൂബേ, നിനക്ക് എത്ര വയസ്സുണ്ട്? നിനക്ക് വല്ല പണിക്കും പോയി സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ടോപ്പപ്പ് ചെയ്തൂടെ? ദാരിദ്ര്യം പറയാതെ ഒന്ന് പോടാ. അതിനെനിക്ക് പണിക്ക് പോകാനുള്ള വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. നിങ്ങളെല്ലാരും എന്നെ കളിയാക്കുക അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളിങ്ങനെ കളിയാക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ മോട്ടിവേറ്റ് ആവുന്നേ. എന്തായാലും ഒരു നാൾ, വൺ ഡേ എന്തായാലും ഞാൻ വന്നിരിക്കും നിങ്ങളുടെ മുന്നില്. അല്ലേ നിങ്ങൾ കുറിച്ചു വെച്ചോ, ഇപ്പൊ തന്നെ കുറിച്ചു വെച്ചോ. ഒരു ദിവസം, ഒരു നാൾ വന്നിരിക്കും, കേട്ടല്ലോ. 2000 years later. ഹലോ ചേട്ടന്മാരെ, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ലടാ, ഓർമ്മയില്ലല്ലോ. നീ ഏതാ? കുറെ നാളുകൾക്ക് മുമ്പ് നിങ്ങൾ എന്നെ കളിയാക്കിയൊക്കെ വിട്ടിട്ടുണ്ട്. അന്ന് നിങ്ങളോട് ഞാൻ റിച്ചിന്റെ ബോഡി ഗിഫ്റ്റ് ചെയ്ത് തരുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നില്ല. അന്ന് നിങ്ങളോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞതാ, ഒരു ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമെന്ന്. ആ ഒരു ദിവസം ഇന്നാണ്. ആടാ, എനിക്ക് മനസ്സിലായി. പണ്ട് നീ ബിആർ കളിച്ചപ്പോ വന്നതല്ലേ റാൻഡമായിട്ട് വന്ന മലയാളിയല്ലേ നീ? എനിക്ക് മനസ്സിലായടാ, അന്ന് നീ റിച്ച് ബോഡി എങ്ങാണ്ട് ഗിഫ്റ്റ് ചോദിച്ചല്ലേ ഞങ്ങളോട്. എടാ, നീ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നാള് നീ വരുമെന്ന് പറഞ്ഞല്ലേ. നീ എന്തായാലും അടിപൊളിയായിട്ടാണല്ലോ അവിടെ വന്നേ. എടാ, നിന്റെ അക്കൗണ്ട് തന്നെയല്ലേ ഇത്? ഈ അക്കൗണ്ട് ഇത്ര സെറ്റായോ? അടിപൊളി അക്കൗണ്ട് ആണല്ലോടാ. എല്ലാം മാക്സ് ഒക്കെ ആണല്ലോ, ഗൺസ് ഒക്കെ മാക്സ് ആണല്ലോ. എടാ എനിക്ക് ഇപ്പോഴാ കത്തിയത്. ഞാൻ ഇത്ര നേരം ആലോചിക്കുവായിരുന്നടാ. എടാ എന്നാലും ഇവൻ ഇത്ര സെറ്റായോടാ. എടാ ഇവൻ റിച്ച് ആയെന്ന് തോന്നല്ലോ ഇപ്പൊ. നമ്മളന്ന് ഒരുപാട് ഇവനെ കളിയാക്കിയായിരുന്നു. ഹലോടാ, സോറി കേട്ടോ, ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ശരിയാടാ, ഞാനും ഒരുപാട് കളിയാക്കി. അളിയാ സോറി കേട്ടോ. ഒന്നും തോന്നല്ലേ, ഞങ്ങളെ ഒന്ന് കിക്ക് ചെയ്ത് വിടല്ലേ കേട്ടോ. ഇല്ല, ഞാൻ എന്തിനാ നിങ്ങളെ കിക്ക് ചെയ്ത് വിടുന്നേ? ഞാൻ നിങ്ങളെ കിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാ നിങ്ങൾ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാതായി പോവില്ലേ? എന്തായാലും നിങ്ങൾ അന്ന് എന്നെ കളിയാക്കിയതല്ലേ. ഒരു കാര്യം ചെയ്, നിങ്ങൾ എന്റെ കൂടെ ഒരു 1v4 കളിക്കാൻ വാ. ഒരാളെയും കൂടെ വിളിച്ചോ. ഇല്ലടാ അളിയ, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലടാ. എന്തായാലും ഞാൻ കളിക്കാം. ഓക്കെ. അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ. ഞാൻ അതിൽ സ്റ്റോറി വഴി റെഡീം കോഡ് കൊടുക്കുന്നുണ്ടേ. അപ്പൊ റെഡീം കോഡും കാര്യങ്ങളൊക്കെ വേണ്ടവർ എന്തായാലും പെട്ടെന്ന് തന്നെ പോയി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഗുഡ് ബൈ.